ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അങ്ങനെ കുഞ്ഞുങ്ങളുടെ ചോറൂണ് ചടങ്ങ് നടക്കുകയാണ്. ഇത് കാണുന്ന അവന്തിക ദേഷ്യത്തോടെ മനസ്സിൽ പറയുകയാണ്, ഇവളും ചത്തില്ല, ഇതുങ്ങളും ചത്തില്ല, ഇതുങ്ങൾക്കൊക്കെ ഒടുക്കത്തെ ആയുസ് തന്നെയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്തിക കുട്ടികളെ നോക്കുമ്പോൾ അർച്ചന അവന്തികയുടെ മുഖഭാവങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അർച്ചന അവന്തികയുടെ അടുത്തേക്ക് ചെന്ന് അവന്തികയുടെ കൈ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോവുകയാണ്. ഇതിന്റെയൊക്കെ പിന്നില് നിങ്ങൾ തന്നെയാണെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാമെന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നീ തെളിയിച്ചു കാണിക്ക്, എങ്കിൽ ഞാൻ നീ ഒരു പെണ്ണാണെന്ന് സമ്മതിച്ചു തരാം. നിന്നെ കൊണ്ടൊന്നും ഇതൊന്നും തെളിയിക്കാനേ സാധിക്കില്ല. അതേസമയം സേതുമാധവൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. സേതുമാധവനെ കണ്ടയുടൻ തന്നെ കരഞ്ഞുകൊണ്ട് അവന്തിക പറയുകയാണ്, ഇവള് പറയുന്നത് കേട്ടില്ല അച്ഛാ, ഇതിന്റെ എല്ലാം പിന്നില് ഞാനാണെന്നാ പറയുന്നത്. ആ ജോലിക്കാരിയെ ഞാനല്ല കൊണ്ടുവന്നത്. അടുക്കളയിലേക്ക് സഹായത്തിന് ആളെ വേണമെന്ന് പറഞ്ഞിരുന്നത് ഞാൻ തന്നെയാ. പക്ഷേ അവരെങ്ങനെ ഇതിൻ്റെ അകത്ത് കയറിയെന്ന് എനിക്കറിയില്ല. ആ കുഞ്ഞുങ്ങള് എൻ്റെയും കുഞ്ഞുങ്ങൾ തന്നെയല്ലേ. ആ കുഞ്ഞുങ്ങളോട് ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്തിക കരയുന്നത് പോലെ അഭിനയിക്കുമ്പോൾ സേതുമാധവൻ അർച്ചനയോട് പറയുകയാണ്, മോളെ, അവക്ക് എന്താണെങ്കിലും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ആ ജോലിക്കാരിയെയും അറിയില്ലെന്ന് അവൾ പറയുന്നത് സത്യം തന്നെയാ. എന്താണെങ്കിലും നമുക്കെല്ലാം കണ്ടുപിടിക്കാം. മോളിപ്പോ അത് വിട്ടേക്കാൻ പറഞ്ഞുകൊണ്ട് സേതുമാധവൻ അവിടുന്ന് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് അർച്ചനയെ നോക്കുകയാണ് അവന്തിക. നീ വിചാരിക്കുന്നതൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ല അർച്ചനയെന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറയുകയാണ്, എല്ലാ കാലവും സത്യത്തിന് മൂടി നിൽക്കാൻ സാധിക്കില്ലല്ലോ. ഒരു ദിവസം നിങ്ങൾ ഇവിടെ ആരും വിശ്വസിക്കാത്തതായി വരും. അന്നത്തോടെ നിങ്ങളുടെ പതനവും അവിടെ തന്നെ ആരംഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന അവിടെ നിന്ന് പോവുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും കുഞ്ഞിനെയുമാണ്. അവന്തിക പറഞ്ഞ ഓരോ കാര്യങ്ങളും കൂടാതെ രാവിലെ മുതൽ നടന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് ടെൻഷനോടെ ഇരിക്കുകയാണ് അർച്ചന. അതേസമയം സച്ചി അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ആ ജോലിക്ക് വന്നവരെ കുറിച്ച് അന്വേഷിക്കാൻ ഏർപ്പാടൊക്കെ ചെയ്തോ സച്ചിയേട്ടാ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് സച്ചി പറയുന്നു. പിന്നെ ഞാൻ തന്നോട് മറ്റൊരു കാര്യം കൂടി പറയാനാ വന്നത്. സന്ധ്യ ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. സന്ധ്യ ഡോക്ടറുടെ പരിചയത്തിലുള്ള ഒരു ഡോക്ടർ നാളെ വരുന്നുണ്ടെന്നാ പറഞ്ഞത്. നാളെ നമുക്ക് എന്താണെങ്കിലും രണ്ടുപേർക്കും കൂടി ഒരു ചെക്കപ്പിനായിട്ട് പോകണം. ശരി സച്ചേട്ടാ, ഞാൻ വരാമെന്ന് അർച്ചന പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. അർച്ചന പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ടെൻഷനോടിരിക്കുകയാണ് അവന്തിക. തുടർന്ന് അവന്തിക ധനുഷിനെ വിളിക്കുന്നു. എനിക്ക് നിന്നെ കാണണം, നീ ഉടനെ വരണമെന്ന് അവന്തിക പറയുമ്പോൾ എവിടെയാണെന്ന് ധനുഷ് ചോദിക്കുന്നു. എൻ്റെ മുറിയില്. ഇല്ല, ഞാൻ വരില്ല. ഞാനിപ്പോ സ്നേഹയുടെ ഭർത്താവാണ്. അവക്കെന്തെങ്കിലും സംശയം തോന്നിയാലേ അതോടെ എല്ലാ കാര്യവും തീരും. ഇത് കേൾക്കുന്ന അവന്തിക ദേഷ്യത്തോടെ പറയുകയാണ്, നീയും എന്നെ ചതിക്കാൻ ശ്രമിക്കുകയാണോ? നിനക്കെന്താ ഞാൻ ആരാണെന്ന് അറിയില്ലേ? അവന്തികെ, ഞാൻ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നീ ഇന്ന് ചെയ്തതുണ്ടല്ലോ, ദൈവം പോലും പൊറുക്കാനാകാത്ത തെറ്റാണ്. നിന്റെ ഉപദേശമൊന്നും എനിക്ക് വേണ്ടെന്നും അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുകയാണ്, നിനക്ക് ഈ കുടുംബത്തിലുള്ളവരോട് ശത്രുതയുണ്ട്, ശരി തന്നെ. പക്ഷേ ആ കുഞ്ഞുങ്ങൾ എന്ത് പിഴച്ചു? ധനുഷേ, നീ ഇവിടെയുള്ളവർക്ക് വേണ്ടിയാണോ അതോ എനിക്ക് വേണ്ടിയാണോ സംസാരിക്കേണ്ടത്? കല്യാണം കഴിച്ചയുടൻ നീ എന്താ പുണ്യാളനായി പോയോ? എനിക്ക് നിന്നോട് നേരിട്ട് തന്നെ സംസാരിക്കണം. നീ ഇപ്പോ എന്റെ മുറിയിലേക്ക് വരണമെന്ന് അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുകയാണ്, എന്താണെങ്കിലും ഇപ്പൊ പറ്റില്ല. നീ വന്നില്ലെങ്കിൽ നീ ആരാണെന്നുള്ള കാര്യം ഇവിടെയുള്ള എല്ലാവരും അറിയുമെന്ന് അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുകയാണ്, നീ എന്താ എന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണോ? ഞാൻ ആരാണെന്ന് ഇവിടെയുള്ളവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലേ നീ ആരാണെന്നും എല്ലാവരും അറിയും. ഞാൻ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇനിയെങ്കിലും ഒരു മനുഷ്യനായി ജീവിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ് ധനുഷ് കോള് കട്ട് ചെയ്യുമ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് കോള് വെച്ച് കഴിഞ്ഞ് ധനുഷ് പറയുകയാണ്, എന്താണെങ്കിലും അവളെ ഒന്ന് കാണാൻ പോകാം. ഇന്നത്തോടെ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് തിരികെയും വരാം. അത്രയും പറഞ്ഞുകൊണ്ട് ധനുഷ് പുറത്തുനിന്നുള്ള സ്റ്റെപ്പ് കയറുന്നതാണ് കാണിക്കുന്നത്. അതേസമയം അർച്ചന കുഞ്ഞിനെ സച്ചിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. മോളുടെ കുറച്ച് തുണി ടെറസിൽ കിടപ്പുണ്ടായിരുന്നു, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അർച്ചന മുകളിലേക്ക് പോകുന്നു. അതേസമയം തന്നെയാണ് ധനുഷും മുകളിലേക്ക് ചെല്ലുന്നത്. അവന്തിക ധനുഷിനെയും കാത്ത് ടെറസിൽ നിൽപ്പുണ്ടായിരുന്നു. അവന്തികയെ കണ്ടുടൻ ധനുഷ് പറയുകയാണ്, വയ്യ, എനിക്കെല്ലാം അടുത്തു. ആ സ്നേഹ ഒരു പാവം മാത്രമാ. ഒന്ന് ഞാൻ പറയാം, എന്റെ തീരുമാനങ്ങൾക്ക് എതിരെ നിൽക്കാനാണ് നിന്റെ ഭാവമെങ്കിലേ അതോടെ എല്ലാം തീരും. അതേസമയം ടെറസിൽ തുണിയെടുക്കാൻ വരുന്ന അർച്ചന അവർ തമ്മിലുള്ള സംസാരം ശ്രദ്ധിക്കുകയാണ്. നീ പറയുന്നതെല്ലാം അനുസരിച്ച് ഇവിടെ കഴിയാനേ ഞാൻ നിന്റെ അടിമയൊന്നുമല്ല. നമ്മൾ തമ്മിലൊരു കരാറുണ്ടെന്ന് കരുതി എല്ലാ കാലവും നിനക്കെന്നെ തളച്ചിടാനും സാധിക്കില്ല. നിന്നോടൊപ്പം ചേർന്ന് ഞാൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി എനിക്ക് വയ്യ. നമുക്കിതോടെ എല്ലാം നിർത്താം. ചതിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ സ്നേഹയെ കല്യാണം കഴിച്ചത്. പക്ഷേ ഇപ്പോ എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല. ജീവിക്കാൻ ഒരു പുതിയ പ്രതീക്ഷയാ അവളിപ്പോ എനിക്ക് തരുന്നത്. നിന്നെ പേടിച്ച് ഞങ്ങളുടെ ആദ്യ രാത്രി പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് ധനുഷ് പറയുമ്പോൾ
അവന്തിക പറയുകയാണ്. അങ്ങനെയൊന്നും നടക്കാനുള്ള യോഗം നിനക്കില്ല. എന്നെ ചതിച്ച് അവളുടെ കൂടെ ജീവിക്കാമെന്നുള്ള വ്യാമോഹമൊന്നും നിനക്ക് എന്താണെങ്കിലും വേണ്ട. ഇനിയെങ്കിലും എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം. അത് നെല്ലിശ്ശേരിയിലെ സ്വത്ത് കണ്ടിട്ടൊന്നുമല്ല. എനിക്ക് നിന്നോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. പകയും പ്രതികാരവും എല്ലാം മറന്ന് ഈ വീട്ടുകാരെ സ്നേഹിച്ച് ഇവിടെ ജീവിക്കാൻ നോക്ക്. അപ്പോഴേ നിനക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എന്താണെന്ന് അറിയാൻ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ധനുഷ് അവിടെ നിന്ന് പോവുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് കമലയും മീരയും ആവണിമോളും കൂടി നെല്ലിശ്ശേരിയിലേക്ക് എത്തുന്നതാണ്. അതേസമയം തന്നെ സേതുവും അർച്ചനയും കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. അവരെ കണ്ടുവിടാൻ സന്തോഷത്തോടെ കമല പറയുകയാണ്. രണ്ട് പേരക്കുട്ടികളും വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വിഷുവാണ് ഇത്. നമുക്ക് നന്നായി തന്നെ ആഘോഷിക്കണം. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.